ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞല്ലോ, രാജുവിന്റെ കംപ്ലൈന്റിലല്ല കേസെടുത്തതെന്ന്. പിന്നെ ആരാ പരാതിക്കാരി? ഒരു പത്മാവതി വർമ്മ. ചക്കിന് വച്ചതൊക്കെ കൊക്കിന് കൊള്ളുവാ. കുഴിക്കുന്ന കുഴിയിലേ അവനവൻ തന്നെ ചെന്ന് വീഴും. കണ്ടവരുടെ തല്ലുകൊള്ളാൻ നടക്കുന്നൊരു വാഴ. അമ്മേ, നീ എന്തിനാടാ നാശം പിടിക്കാൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നേ? അമ്മേ, എന്നെ വിരളി പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ എന്റെ പാട്ടിന് പോവും. പോടാ, അത് തന്നെയാ നല്ലത്. ശരി, രാജുവിനുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് ഒരു അന്വേഷണം വേണം. അത് ആക്സിഡന്റ് തന്നെയാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്കും ഡൗട്ടുണ്ട് കേട്ടാ. രാജു ആരോഗ്യയെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നു എന്നൊരു സംശയമുണ്ട്. ഇതെന്താ പോലീസും പാർട്ടിയൊക്കെ? ഏട്ടനെ കാണാൻ വന്നാണോ? സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താ മാഡം വിശേഷിച്ച്? പ്രത്യേകിച്ച് എന്തിനുണ്ടോ? ഉണ്ട് സർ. സാർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഒട്ടും സുഖകരമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാ ഞാനിപ്പോ വന്നത്. സാറിന്റെ സണ്ണിലോ മിസ്റ്റർ രാജുവിന്റെ നേരെ ഇന്നൊരു ഗുണ്ട ആക്രമണം. ഗുണ്ടാക്രമണോ? അതെ സർ, പട്ടാപ്പകൽ ഗുണ്ടാ വിളയാട്ടം. രാജു ചേർത്തു നിന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ഇയാളെ കൊല്ലാനായിരുന്നു പദ്ധതി. പ്രതികളായ കൊട്ടേഷ സംഘത്തെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജു ഇങ്ങനെ ഒരു ആക്രമണത്തെ കുറിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. രാജു പറയില്ലല്ലോ, അതാണ് അയാളുടെ മഹത്വം. കുടുംബ ബന്ധങ്ങൾ ഉലയരുതെന്ന് രാജുവിന് നിർബന്ധമുണ്ട്. കേസെടുത്തത് രാജുവിന്റെയോ ഋതികയുടെയോ പരാതിയിലല്ല, മറ്റൊരാൾ നൽകിയ പരാതിയിലാണ്. കേസോ? എനിക്കൊന്നും മനസ്സിലായില്ല. പറയാം സർ. ഈ ഗുണ്ടാ ആക്രമണം ഒരു കൊട്ടേഷനാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഗൂഢാലോചനയോ? അതെ സർ. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ അംബിക വർമ്മയാണെന്നാണ് പരാതി. ഞാനൊരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. ഞാൻ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നേ. സോറി മാഡം, നിങ്ങളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്തേ പറ്റൂ. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ചെയ്യാത്ത കുറ്റമാണോ ചെയ്ത കുറ്റമാണോ എന്ന് ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ശേഷം തീരുമാനിക്കാം. ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. അംബിക വർമ്മയുടെ പേരിൽ അറസ്റ്റ് വാറന്റ് ഉണ്ട്. മാഡം, ഞാൻ അംബിക മാഡത്തിന്റെ പേരില് കംപ്ലൈന്റ് ഒന്നും നൽകിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, രാജുവിന്റെ കംപ്ലൈന്റിലല്ല കേസെടുത്തതെന്ന്. പിന്നെ ആരാ പരാതിക്കാരി?
ഒരു പത്മാവതി വർമ്മ. പത്മാവതി വർമ്മയെ സാർ അറിയും. സാറിനേക്കാൾ നന്നായി അംബിക വർമ്മയെ അവരെ അറിയും. പത്മാവതി വർമ്മ അവൾ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്റെ ചേച്ചി എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് കരുതിയാണെങ്കിൽ അവൾക്ക് തെറ്റി. അവളുടെ ആ ധാരണ ഞാൻ മാറ്റിക്കൊടുത്തോളാം. അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ. അറസ്റ്റ് നിർബന്ധമാണോ? അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാ പോരെ? അതൊന്നും വേണ്ട പ്രതാപ, അവള് ജയിക്കട്ടെ. എന്റെ ആങ്ങളയുടെ ജീവിതം തകർത്തതും പോരാ, ഇനി എന്നെ കൂടി അവൾക്ക് ഇല്ലാതാക്കണം. നിങ്ങളുടെ ഡ്യൂട്ടി നടപ്പാക്കിക്കോ മാഡം. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. സോറി സർ. വിലങ്ങൊന്നും വയ്ക്കുന്നില്ല മാഡം? ഇല്ല മാഡം, ഒരു ചെറിയ പരിഗണന. മിനിസ്റ്ററുടെ ചേച്ചിയല്ലേ? വരൂ. അവൾക്ക് എന്നോടുള്ള പക തീർന്നിട്ടില്ല. പ്രതാപവർമ്മ ആരാണെന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഹലോ, അഡ്വക്കേറ്റ് സൂര്യ തോമസ് അല്ലേ? ഞാൻ മിനിസ്റ്റർ പ്രതാപവർമ്മയാണ്. അതെ, എത്രയും പെട്ടെന്ന് എത്തണം. പത്മാവതിയുടെ ഈ രണ്ടാം വരവില് ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ? അകലേ നോവിനാലേ